ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിലെ റോസ് ഗാർഡനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റോസ് ഗാർഡൻ്റെ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഡാലിയുടെ സെക്ഷൻ തന്നെയായിരുന്നു. അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല കളറിൽ, പല വലിപ്പത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡാലി അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ട്രിപ്പാണിത്. നമ്മളിപ്പോൾ കുഞ്ഞുമായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ വരുന്നത്. വൺ ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഒത്തിരി വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്. ഞാൻ ഇതിന് മുന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പല സ്ഥലങ്ങളും നല്ല തിരക്കായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്തും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്താണ് നമ്മളിവിടെ നിന്നത്. കാണുന്നതാണ് ജാപ്പനീസ് റോസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വലിപ്പത്തിലുള്ള പൂക്കളായിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവരിവിടെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് അടിയിൽ ഒത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. റോസ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി സ്പോട്ടുകളുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമ്മളിവിടെ ഫോട്ടോ ഒക്കെ എടുത്തത്. അതിനുശേഷം നമ്മൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇതിൻ്റെ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ പ്ലാന്റ്സും പല ഷേപ്പിലൊക്കെ വെട്ടി നിർത്തിയേക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ്. നമുക്കൊരു വെറൈറ്റി ലുക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ചെന്നപ്പോഴാണ് അത് ഈ ക്രീപ്പർ പ്ലാന്റ് കണ്ടത്. ഒരു റെഡ് കളറിലെ ക്രീപ്പർ പ്ലാന്റ് ആണ്. കാണാൻ വളരെ മനോഹരമാണ്. ഇപ്പോൾ ഇത് പന്തൽ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ താഴോട്ട് കിടക്കും. അപ്പോൾ കുഞ്ഞിനിത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവളിതിങ്ങനെ ഓരോന്ന് പറിച്ചെടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള് നല്ല വൈഡായിട്ടാണ് ഇവരുടെ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും ഇത് കാണുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇവിടുത്തെ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ടും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ വൺ ഡേ ട്രിപ്പാണ്. നമുക്ക് ഇനി ഒത്തിരി സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന വഴിയിലാണ് അപ്പോൾ നമ്മൾ വയനാടൻ വ്ളോഗറായ അമ്മൂസിനെ കാണുന്നത്. അങ്ങനെ അമ്മൂസിനെ കണ്ട് സംസാരിച്ചു.
അപ്പോൾ ഞങ്ങളിങ്ങനെ മൂന്നാർ വന്ന സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. പുതുതായിട്ട് ചാനൽ തുടങ്ങിയ യൂട്യൂബേഴ്സാണ്. എന്തായിരുന്നു പേര് പറഞ്ഞത്? ഹോം ഗാർഡൻ അറൈവൽ. ഞാൻ പറഞ്ഞു തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ ചാനലിൽ ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ. ശരി, ഓക്കെ.